ഹലോ, ഇപ്പോൾ കർക്കിടക മാസം ആയതുകൊണ്ട് നമ്മൾ തൊട്ടാവാടി വെച്ച് ഔഷധക്കഞ്ഞിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യമായിട്ട് നമ്മൾ 2 വലിയ തൊട്ടാവാടിയാണ് എടുത്തിരിക്കുന്നത്. അത് നമ്മൾ വേര് സഹിതം നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. പിന്നെ അരമുറി തേങ്ങയാണിത്. ഈ അരമുറി തേങ്ങ ഒരു മിക്സിയുടെ ജാറിലിട്ട് നമുക്കൊന്ന് പാല് പിഴിഞ്ഞെടുക്കാം. നമ്മൾ 1-ാം പാല് മാറ്റി വയ്ക്കുകയാണ്. ഇനി നമ്മൾ അതേ ജാറിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തൊട്ടാവാടിയും 1 സ്പൂൺ ജീരകവും ഇട്ട് കൊടുക്കുകയാണ്. ചെറിയ ജീരകമാണ്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. എന്നിട്ട് ഇതേപോലെ ഒരു അരിപ്പ ഉപയോഗിച്ച് അരിച്ചെടുക്കാം. നമ്മൾ കഞ്ഞി വെക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന കലത്തിലേക്ക് വേണം ഇത് ഒഴിക്കാൻ. എന്നിട്ട് കൈ വെച്ച് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം. നമ്മൾ കഞ്ഞി ഉണ്ടാക്കുമ്പോൾ ഈ തൊട്ടാവാടിയുടെ കയ്പോ രസമോ ഒന്നും വരില്ല. ചെറിയൊരു മധുരമാണ്. നമ്മൾ കഞ്ഞിയിലേക്ക് ഞുറുക്കരിയാണ് എടുക്കുന്നത്. നമുക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കാം. ശേഷം നമ്മൾ ഒരു വിറകടുപ്പിലേക്ക് മാറ്റിയാണ്. ഇതിലേക്ക് 2-ാം പാൽ ഒഴിക്കുകയാണ്. കഞ്ഞിയിലേക്ക് ആവശ്യമായിട്ടുള്ള 1 സ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് ചൂടായി വരുമ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം. നമ്മൾ ഒരു 1/2 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഒരു അടപ്പ് ഉപയോഗിച്ച് മൂടി വയ്ക്കാം. ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മുടെ കഞ്ഞിയുടെ പരുവം ഇതേപോലെയാണ്. നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് തലപ്പാൽ ഒഴിച്ച് കൊടുക്കുകയാണ്. അതായത് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന 1-ാം പാല്. ഈ പാൽ ഒഴിച്ചതിന് ശേഷം തിളയ്ക്കാൻ പാടില്ല. നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഔഷധക്കഞ്ഞി റെഡി ആയിട്ടുണ്ട്.